അതാ സാർ ഞാൻ സാറിനെല്ലാം അയച്ചത്. വേറെ ആളെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഇത്രയും സ്ട്രെസ് ആയിട്ടിരിക്കുക, അപ്പൊ നമ്മളെ പറ്റിക്കാൻ കൂടെ ചെയ്താലോ. നിങ്ങളുടെ ജോബിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡേറ്റ് അടക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് 10th January 2025 നിങ്ങളുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്താ ഈ കാൻഡിഡേറ്റ് 200 പൗണ്ട് ഇടണം, ഇതാണ് അവർ പറയുന്ന ലീഗൽ ഓതറൈസേഷൻ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ജോലി കിട്ടി. ഇത് ഈ 3-ാം തീയതി നടന്ന സംഭവമാണ്. ഓക്കെ, ഒരു ഫ്യൂ ഡേയ്സ് ബിഫോർ ആയിട്ട് നടന്നൊരു സംഭവം. ശേഷം ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വരുവോ ചെയ്ത്, അപ്പോൾ ഞാൻ തിരിച്ചവർക്ക് ഇമെയിൽ അയച്ചു, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു, സോ എനിക്ക് ഒരു കുറച്ച് സമയം വേണം ആലോചിക്കാൻ, ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. UK റിക്രൂട്ട്മെൻറ്റുകളെല്ലാം ഓപ്പണായി എന്നൊരു വ്യാജ വാർത്ത പരത്തിയിട്ട് ഒരുപാട് ഏജൻസികൾ അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള UK റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളാണ് പാവപ്പെട്ട നഴ്സുമാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫേക്ക് ആയിട്ടുള്ള ജോബ് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടും ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അവർക്ക് അയച്ചു കൊടുത്തും ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് നടത്തി ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റേഴ്സ് അവർക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരുപാട് നഴ്സസ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. കാര്യം ഒരുപാട് പേരുടെ കാശ് പോയിട്ട്, പ്രത്യേകിച്ച് UK നമ്പറിൽ നിന്നാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നതും UK ഹോസ്പിറ്റൽസിൻ്റെ ടാഗ് ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളാവട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള NHSൻ്റെ ഹോസ്പിറ്റൽസിൻ്റെ പേര് വെച്ചിട്ടുള്ള ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളാവട്ടെ, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പേഴ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടി. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ നിന്ന് ലക്ഷങ്ങൾ തട്ടുന്നുണ്ട്. സൗദിയിലും മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ നാട്ടിലും വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസിനെയും ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയും പല സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും നിങ്ങളുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഒപ്പിക്കുന്നതും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ വന്നത് ഇൻ്റർവ്യൂ പോലും ചെയ്യാതെയാണ് ഇൻ്റർവ്യൂസിൻ്റെ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. സാർ ഇത് ജെനുവിൻ ആണോ? എനിക്ക് 200 rupees പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. കാര്യം പക്ഷേ അത് റീഫണ്ടബിൾ ആണെന്നാണ് പറഞ്ഞത്. ഒരു പ്രൈവറ്റ് ഫേം അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മെസ്സേജ് കണ്ടിട്ട് സാറിന് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്ന് മെസ്സേജ് അയക്കണേ, ഒരു റിപ്ലൈ അയച്ചിടണേ പ്ലീസ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് റെഫർ ചെയ്യും. ആ കാൻഡിഡേറ്റ് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യും. അവർ ഈ കാണുന്ന മെസ്സേജുകളൊക്കെയാണ് അവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പറയുന്നത് ഹോട്ടൺ ജനറൽ ഹോസ്പിറ്റൽ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് UK ആണെന്നുള്ള കാര്യം. രജിസ്റ്റേർഡ് നഴ്സാണ്, NICUലേക്ക് 4000 pound സാലറി ഉണ്ട്, ബെനിഫിറ്റ്സ് 5 years വർക്ക് വിസ അടക്കം, ഫാമിലിക്ക് റീജോയിൻ ചെയ്യാം, അക്കോമഡേഷനിലും ഉണ്ട്. ഓൺലി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഓതറൈസേഷൻ ആണ്, സർട്ടിഫിക്കറ്റ് ഫ്രം എ UK അറ്റോർണി, അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടും. ഹോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫ്രീ ആണെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ മോർ അബൌട്ട് ദ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി അറിയണം. എന്നിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നുണ്ട്. 7 സ്റ്റേജൊക്കെ ഉണ്ട്. CV റിവ്യൂ വരുന്നുണ്ട്, വാലിഡേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ദെൻ ലീഗൽ ഓതറൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 200 pound കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ബ്രാക്കറ്റിലൊക്കെയാണ് ഇട്ടിട്ടുള്ള. ജോബ് പ്ലേസ്മെൻറ്റും ജോബ് ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂസ് എല്ലാം അവർ നടത്തുന്നുണ്ട്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. എംപ്ലോയർ തന്നെ വിസ ഫീസ് പേയ്മെൻറ്റ് ചെയ്യും. മൈഗ്രേഷൻ ടു ദ UK. ഇവർ പ്രൈവറ്റ് ഫേമും അല്ല എന്ന് പറയുന്നുണ്ട്. വി ആർ റിക്രൂട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ UK ഹോം ഓഫീസ്. ഇതാണ് മെയിൻ കാര്യം. ഓക്കെ, അവർ UK ഹോം ഓഫീസിലുള്ള മെയിൻ റിക്രൂട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇത് പ്രൈവറ്റ് ഫേം പോലും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UK ഹോം ഓഫീസ് ഡയറക്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ ആഫ്റ്റർ യു ഹാവ് പാസ് ദ സ്റ്റേജ് 4 ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോസസ്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റും ജോബ് ഓഫർ ലെറ്ററും കിട്ടണം. കാര്യം സ്റ്റേജ് 3 200 pound പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം ആ പേയ്മെൻറ്റ് കൊടുത്ത് സ്റ്റേജ് 4 കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് റിലാക്സ്, വി വിൽ സ്റ്റേ ഇൻ ടച്ച് വിത്ത് യു ടു ഗീവ് ഫീഡ്ബാക്ക്. യു നീഡ് ടു പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദി ആപ്ലിക്കേഷൻ, ലീഗൽ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ്. ആ ലീഗൽ ഓതറൈസേഷൻ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാര്യം അതിലാണ് 200 pound ഇരിക്കുന്നത്. ഓക്കെ, then local account details will be sent to you shortly for the remittance. ദാ വന്നു, പൈസയുടെ കാര്യത്തിലോട്ട് എത്തി. Local account details will be sent to you shortly for the remittance of 200 pound for your legal authorization certification എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അതെല്ലാം ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങളെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം ഉറപ്പായിട്ടും. ഈ ഫ്രോഡ് ആയിട്ടുള്ള ടീംസ് നിങ്ങളെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. UK ഹോം ഓഫീസ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും തന്നെ നടത്തത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അക്കൗണ്ടോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയർ ബൈ ഉള്ള നിങ്ങളുടെ പോലീസ് ഓഫീസിലേക്കോ നിങ്ങളുടെ സൈബർ സെല്ലിലേക്കോ ഉറപ്പായിട്ട് നിങ്ങളിത് കംപ്ലയിൻറ്റ് ചെയ്യുക. ഈ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കൺസേൺഡ് അതോറിറ്റി ഈ ഒരു വീഡിയോ കാണുന്നവരെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും. അപ്പോൾ ഇതിനകത്ത് പറയുന്നിട്ടുള്ള അവരുടെ ഒരു ബ്രാഞ്ച് നെയിം പറയുന്നുണ്ട്, ആഷ ഹോളി എന്ന് പറയുന്ന കാര്യം. ഇൻക്ലൂഡിയുടെ പാൻ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു ആക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലുള്ള ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഇത്രയും ജോലി ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന നമ്മുടെ നഴ്സസിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ
ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID എന്ന് പറയുന്നത്. ഇതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം അവർക്ക് അത്യാവശ്യം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അറൗണ്ട് ഒരു 38,000. ഇതിൽ ഭൂരിഭാഗവും നഴ്സസ് തന്നെ ആയിരിക്കും. കാര്യം ജോബ്സ് UK ആൻഡ് യൂറോപ്പ് എന്നുള്ള പേരിലാണ് അവർ അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രാവൽ ഏജൻ്റ് ആണെന്ന് പറയുന്നത്. അവർ മെയിനായിട്ട് പറയുന്ന അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം തന്നെ നഴ്സിംഗിൻ്റെ സ്പോൺസർഷിപ്പ് ജോബ്സ് ആണ്, കാര്യങ്ങളാണ്. അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കയറി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഫുൾ ഉടായ്പ എന്ന് വെച്ചാൽ മുഴുവൻ ഉടായ്പാണ്. പക്ഷേ ഈ പാവപ്പെട്ട നഴ്സുമാരെ പറ്റിക്കാനായിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും മെസ്സേജുകളും ഫ്രോഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കൂടെ അയച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിൽ വീഴും. കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ജോബ് ഇല്ലാതിരിക്കുന്നു, ഏതെങ്കിലും രീതിയിൽ ഒന്ന് കയറി പോകാനായിട്ട് ഒരു 4-5 ലക്ഷം. ഇപ്പോൾ ഇതിനകത്ത് 200 പൗണ്ടാണ്. 200 പൗണ്ട് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 20,000 22,000 അടുപ്പിച്ച് വരും. ഓക്കെ, ഇത് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡൗട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു കാൻഡിഡേറ്റ് എനിക്ക് ഈ ഒരു സംഭവം മെസ്സേജ് അയച്ചു, ജെന്യുവൻ ആണോ എന്നുള്ള കാര്യം അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് ചോദിച്ചു. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് അൺഫോളോ ചെയ്ത് മാക്സിമം ഇതിനെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. എന്താണെങ്കിലും റിപ്പോർട്ട് ചെയ്യുക. ഫ്രോഡ് ആക്ടിവിറ്റി തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ള പറഞ്ഞ് തന്നെ റിപ്പോർട്ട് ചെയ്യുക. കാര്യം ഇനിയെങ്കിലും അവർ ആൾക്കാരെ പറ്റിക്കാതിരിക്കട്ടെ എന്തായാലും. ഓക്കെ, ഇനി അതിനോടൊപ്പം അവർ അയച്ചു കൊടുക്കുന്ന മെയിൻ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതൊരു സാമ്പിൾ അവർക്ക് ഈ ഒരു കാൻഡിഡേറ്റിന് അയച്ചു കൊടുത്തതാണ്. ഓക്കെ, സാമ്പിൾ അയച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഈ കാൻഡിഡേറ്റ് 200 പൗണ്ട് ഇടണം. ഇതാണ് അവർ പറയുന്ന ലീഗൽ ഓതറൈസേഷൻ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ജോലി കിട്ടി. ഓക്കെ, കാര്യം ഇതിനകത്ത് നോക്കി ഏറ്റവും ടോപ്പിൽ അവർ ഹോം ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഹോം ഓഫീസ് ഉണ്ട്, ലീഗൽ ഓതറൈസേഷൻ അവരുടെ സർട്ടിഫിക്കറ്റ് ആണിത്. ഇതാണ് 3ാമത്തെ സ്റ്റേജ് കേട്ടോ. ഇതിനകത്ത് പറയാണ് കുപ്പേരി ഷാജി ജിഷ്ണുവിനാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഹാസ് ബീൻ സർട്ടിഫൈഡ് ബൈ ദ യുണൈറ്റഡ് കിങ്ഡം ഓഫീസ് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ടു ബി എലിജിബിൾ ഫോർ ദ UK ജോബ് പ്ലേസ്മെന്റ് ആൻഡ് വിസ സ്പോൺസർഷിപ്പ്. എന്നിട്ട് ഡേറ്റ് നോക്കി 27/11/24. അതും UK ഹോം ഓഫീസിൻ്റെ സീൽ, അറ്റോർണിയുടെ സീല്, അത് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡേറ്റ് ഇട്ടിട്ടുണ്ട്. UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സീൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 27. ഇതിപ്പോൾ റീസെൻ്റ് ആഴ്ച മുന്നേ നടന്നൊരു സംഭവമാണ്. ഓക്കെ, ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരു COS എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, അതിലോട്ട് വീഴും, അവരുടെ വലയിൽ വീഴുകയും ചെയ്യും. അവർ വിചാരിക്കും ഓക്കെ 20,000 രൂപയല്ലേ ഉള്ളൂ, അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകാമല്ലോ. ഇത് മതി അവർക്ക്. ഈ 20,000 10 പേരെന്നും 100 പേരെന്നും 1000 പേരെന്നും 10,000 പേരെന്നും ആയപ്പം അവർക്ക് അവരുടെ കാര്യം നടന്നു, മനസ്സിലായോ? അവരവിടെ നിന്ന് പൊടിയും തട്ടിപ്പോവും. നിങ്ങളുടെ കാശാണ് നിങ്ങൾ പോവുക. അപ്പം ഇപ്പം ഇറങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ 50, 100, 1000, 2000, 3000 അല്ലെങ്കിൽ 10,000, 20,000 ചോദിച്ചിട്ടാണ് വരുന്നത്, ലക്ഷങ്ങൾ ചോദിച്ചിട്ടല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് UK ഹോം ഓഫീസ് നടത്തത്തേ ഇല്ല. അവരിനി ഒരിക്കലും നടത്താനും പോകുന്നില്ല എന്തായാലും. ഓക്കെ, അതിന് പ്രോപ്പറായിട്ടുള്ള NHS, അവർ കൺസേൺഡ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് അവരുടെ ട്രസ്റ്റ് ത്രൂ ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാം, ഇപ്പോൾ NHS വെയിൽസ് നോർക്ക ത്രൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഏജൻസികൾ, നമ്മുടെ എൻവേർട്ടീസ് ആവട്ടെ അല്ലെങ്കിൽ ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് ആവട്ടെ, ഒരുപാട് നല്ല ഏജൻസികളുണ്ട് ഇതുപോലെ കാര്യങ്ങളായിട്ട് ട്രസ്റ്റ്ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏജൻസീസ്. നമ്മൾ തന്നെ എത്രയോ വീഡിയോസ് ഇതിനകത്ത് ഞാൻ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പ്സിലൊക്കെ എന്തുമാത്രം കാര്യങ്ങളാണ് ഷെയർ ചെയ്യുക. അതെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേരും അവർ പെട്ടു പോകാനുള്ള ചാൻസസിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതേപോലത്തെ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, വിസ ഡോക്യുമെൻറ്റ്സും ഓഫർ ലെറ്ററൊക്കെ കാണിച്ച് പിള്ളേരുടെ കണ്ണിൽ പൊടി. ഇതെല്ലാം ഞാൻ ഈ കാൻഡിഡേറ്റിന് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. ദെൻ അതിനുശേഷം കാൻഡിഡേറ്റ് പറഞ്ഞ ഒരു ഓഡിയോ മെസ്സേജ് ആണ്. അതാ സാർ ഞാൻ സാറിന് എല്ലാം അയച്ചത്. വേറെ ആളെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഇത്രയും സ്ട്രെസ് ആയിട്ടിരിക്കും, അപ്പം നമ്മളെ പറ്റിക്കാൻ കൂടെ ചെയ്താലോ. അതുകൊണ്ട് ഞാൻ സാറിന് അയച്ചത്. സാറ് വീഡിയോ ഇടുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വന്നിടണേ, അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അല്ലേ. അപ്പം നമുക്ക് പറ്റുന്നവരെ മാക്സിമം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലോ നമ്മുടെ ഇൻ്റർവ്യൂസിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം നമ്മൾ കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കി, ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനുണ്ട് 38,000 ഫോളോവേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ ഈ ഫ്രോഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇടുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, സ്പോൺസർഷിപ്പ് ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ, അതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ അതിലോട്ട് ചാടി വീഴും. കാര്യം ഒരു ജോബ് അല്ലേ ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡെസ്പറേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പോൾ അതാണ് അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു കാൻഡിഡേറ്റ് അറ്റ്ലസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് UK ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്ക് കോൺടാക്ട് ചെയ്തു. ആളെ കോൺടാക്ട് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ആളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആൾ ഫില്ലപ്പ് ചെയ്ത് അയച്ചപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് ഒരു ഓഫർ ലെറ്റർ തന്നെ അങ്ങ് അയച്ചു കൊടുത്തു. ഇൻ്റർവ്യൂ ഇല്ല, വേറെ ഒന്നുമില്ല. ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓഫർ ലെറ്റർ. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബ്രിട്ടീഷ് ഹൈ കമ്മീഷനിലെ
ലൊക്കേഷനിലായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഒരു UK നമ്പറിൽ നിന്ന് തന്നെയാണ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാൻഡിഡേറ്റിന് ഈ ഒരു സംഭവം കിട്ടിയ പാടെ തന്നെ പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചു, സർ ഇങ്ങനെയാണ് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ലൈക്ക് ഇത് ജെനുവിൻ ആണോ ട്രസ്റ്റബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട പാടെ തന്നെ മനസ്സിലായി ഫുൾ ഉടായ്പാണ്, കംപ്ലീറ്റ് സ്കാം ആണെന്നുള്ള കാര്യം. എന്തായാലും കാര്യം ഇവരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഓഫർ ലെറ്ററിനകത്ത് കാൻഡിഡേറ്റിൻ്റെ പേരും പാസ്പോർട്ട് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചു എങ്ങനെ ഇവർക്ക് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കിട്ടി എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ ആദ്യം ഇവരെ അപ്രോച്ച്, അതിനുശേഷം ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അതിനകത്ത് ഇവിടെ പാസ്പോർട്ട് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഇവർ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ആ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് ഇവർ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടക്കമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, കാര്യം നിങ്ങൾ പാസ്പോർട്ട് ചിലപ്പോൾ അവർ ഡോക്യുമെൻറ്റ് PDF ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും പറയാം. നിങ്ങൾക്കറിയാം പല കൈൻഡ് ഓഫ്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാര്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവർക്ക് പല രീതിയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ആധാർ ആവട്ടെ, നിങ്ങളുടെ പാസ്പോർട്ട് ആവട്ടെ, എന്താണ് നിങ്ങളുടെ BRP ആവട്ടെ, എന്ത് കാര്യമാണെങ്കിലും അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്തെങ്കിലും രീതിയിൽ ഒരു ഫ്രോഡാണ്, നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ നടത്താതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തു, ഒരു രീതിയിലും ജെനുവിൻ അല്ല, നിങ്ങൾക്ക് അവരുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ തോന്നും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കി UKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പ്രൈവറ്റ് ഫേംസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയിച്ചിരിക്കും എന്തായാലും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ റിപ്ലൈ. ആക്ച്വലി എൻ്റെ പാസ്പോർട്ട് നമ്പർ അത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇതിന് മുന്നേ അവർ എനിക്കൊരു ഫോം തന്നിരുന്നു. ആക്ച്വലി ഇന്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട്, ഇന്റർവ്യൂ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് തന്നത്. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡീറ്റെയിൽസ്. ശേഷം ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വരുവോ ചെയ്ത്. അപ്പോൾ ഞാൻ തിരിച്ചവർക്ക് ഇമെയിൽ അയച്ചു, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു, സോ എനിക്കതിന് ഒരു കുറച്ച് സമയം വേണം ആലോചിക്കാൻ, ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇന്നവർ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജാണ് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്തത്. സാർ സമയം എടുത്ത് വായിച്ചിട്ട് റിപ്ലൈ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു സംശയം കാരണമാണ് അയച്ചത്. അപ്പോൾ ഈ കാൻഡിഡേറ്റിന് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം കാൻഡിഡേറ്റ് എനിക്ക് അയച്ച റിപ്ലൈ ആണിത്. ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഈ ഓഫർ ലെറ്റർ കാണാം ക്ലിയർ ആയിട്ട് എന്താണ് ഓഫർ ലെറ്റർ എന്നുള്ള കാര്യം. ഞാൻ ജസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഹൈഡ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് റെഫറൻസ് ഡേറ്റ് ഈ 3-ാം തീയതി നടന്ന സംഭവമാണ്. ഓക്കെ, ഒരു ഫ്യൂ ഡേയ്സ് ബിഫോർ ആയിട്ട് നടന്നൊരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതും നിങ്ങൾ മാക്സിമം ഇതിൻ്റെ കൺസേൺ അതോറിറ്റീസ് കാണുന്നവരെ ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും പറയുന്നത്. അതിനെക്കാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം വെച്ചാൽ ഈ ഒരു അറ്റ്ലസ് പ്രൈഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംഭവം ഇവരുടെ പേരിൽ തന്നെ ഇവരൊരു വെബ്സൈറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വെബ്സൈറ്റ് വരെ .co.uk എന്നുള്ള രീതിയിൽ അവർ വെബ്സൈറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്തോ ഒരു ഉടായ്പാണ്. കാര്യം അത്രയും ആൾക്കാരെ പറ്റിക്കാൻ. അപ്പം ഇവിടെ UK-യിലുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്കോ മാത്രമേ ആ വെബ്സൈറ്റ് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സർവീസസ് കയറി നോക്കുമ്പോഴും ഇതൊരു ഉടായ്പാണ് എന്നുള്ള സംഭവം മനസ്സിലാവുള്ളൂ. അതിനോടൊപ്പം കാര്യം ഈ ഒരു മെസ്സേജസും കാര്യങ്ങളും കണ്ട് ആരെങ്കിലും ഒരു വെബ്സൈറ്റും കയറി നോക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും ഓക്കെ ഇവർ ജെനുവിനാണ്, ഇവർ പ്രോപ്പറായിട്ട് കാര്യങ്ങളുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും അവർ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതിലാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാര്യം ഇത്രയും അവർ അതിന് വേണ്ടി, കാര്യം അവർക്ക് ഒരു പ്രോഫിറ്റ് ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് ജസ്റ്റ് എന്തായാലും നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ എനിക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്തിരിക്കണം. മാക്സിമം കാണുന്നവരെങ്കിലും കാണട്ടെ, അറിയുന്നവരറിയട്ടെ, ചതിയിൽ പെടാതിരിക്കട്ടെ മാക്സിമം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ ഇവർ കാര്യങ്ങളെല്ലാം അത്രയും ക്ലിയർ ആയിട്ട് റെമ്യൂണറേഷൻ സാലറി £3200 പറയുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങളുടെ കോൺട്രാക്ട് പീരീഡിൻ്റെ കാര്യങ്ങൾ അവർ ജസ്റ്റ് ഇതേപോലെ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് എന്തെങ്കിലും ഒരു എഡിറ്റർ വെച്ചിട്ട് ഇതേപോലെ കുറേ കാര്യങ്ങൾ അടിച്ച് കൂട്ടി അതിനകത്ത് ഓക്കെ നിങ്ങളെ കൺവിൻസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അടിച്ചു കൂട്ടി ഏറ്റവും താഴെ കോൺട്രാക്റ്റ് കോമ്പൻസേഷൻ അടക്കം ഇത് കോൺഫിഡൻഷ്യൽ ഡേറ്റയാണ്, ഇത് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്, കാര്യം എങ്കിലല്ലേ നിങ്ങൾ ബാക്കിയുള്ള ആർക്കും ഷെയർ ചെയ്ത് നിങ്ങൾ കാശും കാര്യങ്ങളെല്ലാം കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സക്സസ്ഫുൾ കംപ്ലീഷനായി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയും നാളത്തെ വീസ ഫാമിലിനെ കൊണ്ടുവരാം, എല്ലാ കാര്യങ്ങളും. പക്ഷേ കുറേ കുട്ടികൾ അവരൊരു റിയൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഒരു ഓഫർ ലെറ്റർ എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയാത്ത ഒരാൾക്ക് ഇത് പെട്ടെന്ന് അവർ വിശ്വസിച്ച് പോകും ചിലപ്പം. ഓക്കെ ശരി UK നമ്പറിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ കിട്ടി. പക്ഷേ ഇതിനകത്തുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് പ്രശ്നം വരാതിരുന്നതിൻ്റെ റീസൺ വെച്ചാൽ കാൻഡിഡേറ്റിന് ഡൗട്ട് തോന്നി ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഓഫർ ലെറ്റർ കിട്ടി എന്നുള്ള കാര്യം. അതാണ് കാൻഡിഡേറ്റിന് ഇങ്ങനൊരു സംഭവം ചിന്തിപ്പിക്കാൻ തോന്നിയത്, നമ്മളുടെ അടുത്ത് മെസ്സേജ് അയച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചത്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരുന്ന ഒരു NHSൻ്റെ എംപ്ലം യൂസ് ചെയ്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കാം ആയിട്ടുള്ള ലെറ്റർ അവർ ഓഫർ ലെറ്റർ അയച്ചു കൊടുത്തതാണ്. അതും ഡിഫറൻ്റ് ആയിട്ടുള്ള 2 NHS ട്രസ്റ്റിൻ്റെ പേര്. ഇത് എനിക്ക് കിട്ടിയത് മാത്രമാണ്, ഇനി എത്രയോ പേര്, കാര്യം നമുക്ക് ലിമിറ്റഡ് ആയിട്ട് വരുന്ന കുറേ മെസ്സേജുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി ഷെയർ ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ലിമിറ്റ് വൈസ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഇതിലൊന്നും തീരാൻ പോകുന്നില്ല. ഇനി വരുന്ന 2 NHS ട്രസ്റ്റുള്ള ഒരു സ്കാമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ലെറ്റേഴ്സാണ്. ഒന്ന് റോയൽ ബർക്ക്ഷയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്ന് കാൽഡർഡെയിൽ ആൻഡ് ഹഡേഴ്സ്ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, അപ്പോൾ
അപ്പോൾ ആദ്യം കാണുന്നതാണ്, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്, ഒന്ന് കാൽഡർ ഡെയിൽ ആൻഡ് ഹഡേഴ്സ് ഫീൽഡ് NHS ഹോസ്പിറ്റൽ. ഇപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവരും ഏറ്റവും ടോപ്പിൽ NHSൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ NHS കാൽഡർ ഡേ എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാട്ടർ മാർക്ക് ഇതിൻ്റെ നടുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ NHS ഹോസ്പിറ്റൽസിൻ്റെ ഓഫർ ലെറ്റർ നിങ്ങൾ കിട്ടുന്ന സമയത്തും ഒരിക്കലും അവർ ഇതുപോലത്തെ ഒരു വാട്ടർ മാർക്ക് കാണാത്ത രീതിയിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കൊടുക്കാറേയില്ല എന്തായാലും. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ അത് ഒരു ട്രസ്റ്റിൻ്റെ രീതിയിലുള്ള അവരുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫർ ലെറ്ററാണ്. പല ട്രസ്റ്റിനും ഡിഫറെൻറ്റ് വാട്ടർ മാർക്സും കാര്യങ്ങളുണ്ട്, പല രീതിയിലായിരിക്കും അവർ ചെയ്യുക. പക്ഷേ അത് വായിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ അവർ അയച്ചു തന്നിരിക്കുന്ന ഡൊമൈൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾക്കത് കിട്ടിയത്. റീസെൻ്റ് ആയിട്ട് തന്നെ വെയിൽസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള പല ട്രസ്റ്റുകളും നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക അതൊരു പ്രോപ്പർ ഡൊമൈൻ ആയിട്ടുള്ള ഇമെയിലിൽ തന്നെയാണ്, NHSൻ്റെ തന്നെ ഒരു പ്രോപ്പർ ഡൊമൈൻ ഇമെയിലിൽ നിന്നാണോ അവർ കോൺടാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക, ചോദിക്കുക, കോൺവെർസേഷനിലോട്ട് പോവുക, അവരെന്താണ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു സംസാരം, ഒരു കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അത് ജെനുവിൻ ആണോ എന്നുള്ള കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ടീം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ജെനുവിനിറ്റി അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവരുടെ തന്നെ ചോദിക്കാം. അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അവരൊരു പ്രോപ്പർ NHS റിലേറ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. കാര്യം ഒരുപാട് സ്കാംസ് കാരണം നടക്കുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇതിനെ പറ്റിയിട്ട്. ഇതും ഈ കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ള ഓഫർ ലെറ്റേഴ്സാണ്, ജോബ് ഓഫർ. ഇതിനകത്തും പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇതിനകത്ത് കോമഡി ആയിട്ടുള്ള സാധനമാണ് HR-ൻ്റെ വാട്സപ്പ് നമ്പർ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു UK നമ്പർ, വാട്സപ്പ് നമ്പർ വരെ ഈ NHS ജോബിൻ്റെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്, ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ചിരി വരുന്ന റീസൺ വെച്ചാൽ അവർ ഏതെല്ലാം രീതിയിൽ ഇതിനെ കൺവിൻസ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് വീഴാൻ വേണ്ടിയിട്ട്. കാര്യം ആ വാട്സപ്പ് നമ്പർ കാണുമ്പോൾ HR ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് അതിലോട്ട് മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഇവർ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പേഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കും. നിങ്ങൾക്ക് പറയും ഓക്കെ ശരി, ഒരു 1000 പൗണ്ട് നിങ്ങൾ അടക്കി, 1 ലക്ഷം രൂപ അടക്കി, 2 ലക്ഷം രൂപ അടക്കി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് കാര്യം ഓഫർ കിട്ടി, ഇനി നിങ്ങൾ ജോബിൻ്റെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ, ഇത്ര രൂപ അടച്ചാൽ മതി. ഇനി നിങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം, എല്ലാം ഫ്രീ ആണ്. കാര്യം കഴിഞ്ഞു, മനസ്സിലായി. അവിടെ തന്നെ നിങ്ങൾ പടയെന്ന് പറഞ്ഞിട്ട് വീഴും, നിങ്ങൾ പൈസ കൊടുക്കും, നിങ്ങൾ പെട്ട് പോവുകയും ചെയ്യും, പിന്നെ ഒന്നുമില്ല, അവിടെ യാതൊരു കോൺടാക്റ്റും കാണത്തില്ല. അപ്പം അത്രയും കൺവിൻസിങ് ആയിട്ടാണ് NHSൻ്റെ ആ വാട്ടർമാർക്ക് അടക്കം ഭയങ്കരമായിട്ട് അവർ ആ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ആനുവൽ ലീവിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്, ഇത് പ്രോപ്പറായിട്ട് പഠിച്ച് പറ്റിക്കാൻ കണക്കാക്കി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ടീംസാണ്. ഓക്കെ, ആനുവൽ ലീവ് എത്ര കിട്ടും, അക്കോമഡേഷൻ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, അഡ്വാൻസ് സാലറി എൻടൈറ്റിൽമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ അവരുടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു കോൺട്രാക്ട് എന്നുള്ള സീലടക്കം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരിടത്തും ഒരു സീലും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കാറില്ല, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. ഓക്കെ, പിന്നെ അവരുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, നെയിം സിഗ്നേച്ചർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സാലറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റിനോ ഒരു ബാൻഡ് 8-നോ അല്ലെങ്കിൽ ഒരു ബാൻഡ് 9-ലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയാണ് ഒരു ബാൻഡ് 5-ന് അവർ പറയുന്നത് 4500 ബ്രിട്ടീഷ് പൗണ്ട്, ഏകദേശം 4.5 ലക്ഷം രൂപ ആണ് സാലറി പറയുന്നത് ബാൻഡ് 5 കയറുമ്പം. ഓക്കെ, അപ്പം ആ ഒരു ജോബ് ഓഫർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് തന്നെ ചാടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു സ്കാമാണ് എന്തായാലും. ഇനി അടുത്ത് വന്നിട്ടുള്ള റോയൽ ബർക്ക്ഷയർ ഹോസ്പിറ്റലിൻ്റെ ആണ്. ഇതും ഇതുപോലെ തന്നെ ഡേറ്റഡ് എന്ന് പറയുന്നത് 25th of November. ഓക്കെ, ഒരു ഫ്യൂ വീക്സ് ബിഫോർ. ഓക്കെ, അതിനുള്ളിൽ വന്നിട്ടുള്ള സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് റോയൽ ബർക്ക്ഷയർ NHS ഹോസ്പിറ്റലാണ്, പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് ലെറ്ററാണ്, ജോബ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് UK ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിറ്റ്വീൻ ഇന്ന ഏജൻറ്റി ആണെന്നുള്ള പറയുന്നുണ്ട്, എംപ്ലോയിയുടെ പേര്, ജോബ് ഡെസിഗ്നേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്, ജോബ് ലൊക്കേഷൻ എവിടെയാണ്, നിങ്ങളുടെ ജോബിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡേറ്റ് അടക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. 10th of January 2025 നിങ്ങളുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നെ ഒരു നോട്ടീസ് പീരീഡ് 1 monthൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അവേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 മണി to 4 മണി വരെയുള്ളൂ. എന്ത് സുഖജോലി അല്ലേ, Monday to Friday ഉള്ളൂ, ടുഗദർ വിത്ത് സച്ച് അഡീഷണൽ അവേഴ്സ് as നെസസറി. അതെല്ലാം പറയും. സാറ്റർഡേ സൺഡേ ഒന്നും ജോലി ഇല്ല കേട്ടോ. പിന്നെ പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാലറി ഇവിടെ മറ്റേത് 4,500 ആയിരുന്നു, 4 ലക്ഷം ആയിരുന്നെങ്കിലും ഇവർ കൊടുക്കുന്ന റോയൽ ബർക്ക്ഷയർ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 5,700 അതായത് 5,70,000. ഓക്കെ, 5,70,000 ആണ് സാലറി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതും മന്ത്ലി ഓർ ടേക്ക് ഹോം ആഫ്റ്റർ ടാക്സ് ഡിഡക്ഷൻ. സാലറി ഷോൾ ഓൾസോ ലയബിൾ ടു ഇൻക്രിമെൻറ്റ്സ് വിത്ത് ടൈം ആൻഡ് എംപ്ലോയീസ് ഓഫീഷ്യൽ പ്രൊമോഷൻ. ദ ടോട്ടൽ റെമ്യൂണറേഷൻ ഷോൾ ബി പേബിൾ ഇൻ ഫുൾ ഓൺ 25th of every month ബൈ ബാങ്ക് ട്രാൻസ്ഫർ. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ,
ചുമ്മാ വീഴും, മനസ്സിലായോ? ഓക്കെ, അത് പറ്റിക്കാൻ ഭയങ്കരമായിട്ട് എളുപ്പം. അവർ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം. ഓക്കെ, ദയവ് ചെയ്ത് ഈ കള്ളത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പാക്കേജസും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അലവൻസസ് അടക്കം കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു NHS ട്രസ്റ്റ് ഈ UK ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു NHS ട്രസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ NHS ട്രസ്റ്റിൽ നിന്ന് ആൾക്കാർ നേരെ അങ്ങോട്ടേക്ക് പോയനായിരുന്നു. അതെല്ലാം പറയുന്നുണ്ട്. സർവീസ് ബെനിഫിറ്റ്സ് നിങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ സർവീസ് ബെനിഫിറ്റ്സ് എല്ലാം തന്നെ അവർ നിർത്തും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഫ്രോഡ് എന്ന് പറയുന്നത് അവരിപ്പോൾ ഭയങ്കര ന്യൂജൻ ആണ്. ഓക്കെ, എങ്ങനെയൊക്കെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. പറ്റിച്ച് നിങ്ങളുടെ നിന്ന് കാശ് ഉണ്ടാക്കിയിട്ടേ പോകൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളും ജെനുവിനായിട്ട് നടക്കുന്ന സമയത്ത്, അത് റെസ്യൂം ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റീനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എന്നും ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്തായാലും. ബിക്കോസ് ഈ ഒരു നഴ്സിംഗ് ആണ് എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത്. അപ്പോൾ ആ ഒരു നഴ്സിംഗ് കമ്മ്യൂണിറ്റിനെ ഇതേപോലത്തെ കുറേ തട്ടിപ്പുകാർ വന്നിട്ട് ഉടായ്പ കാണിക്കാൻ വെച്ചിട്ട് അത് നമ്മൾ നടത്തി കൊടുക്കരുത് എന്തായാലും. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും പാസ് ചെയ്യാനും പറയുന്നത്. കാര്യം നമ്മൾ നഴ്സസ് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറേ തട്ടിപ്പുകൾ നമുക്ക് തന്നെ അവോയ്ഡ്, നമ്മുടെ ഫ്രണ്ട്സും അതിലോട്ട് വീഴാതിരിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്തായാലും. ഓക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ്സും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലും ഒക്കെ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ ഗ്രൂപ്പ്സിലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് ഏത് ഏജൻസി ആണെങ്കിലും അവർ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. എത്രയോ കുട്ടികളാണ് ആ ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടി ഇപ്പോഴും ജോബ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും. അത് UK ശരി, അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും US എങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ UK സിവിയർ നഴ്സിംഗ് ഷോർട്ടേജിൻ്റെ ക്രൈസിസ് ആണ് ഉണ്ടായിരിക്കുന്നത്. RCN അടക്കമുള്ള ഒരുപാട് ട്രേഡ് യൂണിയൻസും അത് ഹൈലൈറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഗവൺമെൻറ് നല്ലൊരു ഡിസിഷനിലോട്ട് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. NHSൻ്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു ഫണ്ട് ക്രൈസിസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നോർക്കയുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നടന്നു. 2 തവണയാണ് അവർ നാട്ടിൽ വന്നിട്ട് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇനിയും അവരത് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തായാലും. അപ്പോൾ അതുപോലെ ഹോപ്പ്ഫുള്ളി ഈ ഒരു വരുന്ന ഫിനാൻഷ്യൽ ഇയർ ഒരു മാർച്ച് ഏപ്രിലോട് കൂടി എന്തെങ്കിലും നല്ല പോസിറ്റീവ് ഇൻഫർമേഷൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഷോർട്ടേജസും കാര്യങ്ങളും റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നെക്സ്റ്റ് ഇടുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് കാണുക, കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്തായാലും. ഓക്കെ, ഞാൻ എപ്പോഴും എൻഡ് ചെയ്യുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനായിട്ട് പറയും. ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ മാക്സിമം ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി, നമ്മുടെ നഴ്സിംഗ് സമൂഹത്തിലേക്ക് മാക്സിമം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അവരുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും പരിചയമുള്ളവർക്കും ഒക്കെ തന്നെ അയക്കുക. നമ്മുടെ കൺസേൺഡ് ലീഗൽ അതോറിറ്റീസ് കാണുന്നവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാര്യം ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ളൊരു തട്ടിപ്പ് നമ്മുടെ ഇതിനകത്ത് നടത്തിയിട്ട് അവർ തട്ടിക്കൊണ്ട് പോകാൻ അവരെ സമ്മതിക്കരുത് എന്താണെങ്കിലും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും, വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സൈബർ സെല്ലിനെയോ നിങ്ങൾ നിയർ ബൈ ഉള്ള പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ ലീഗലി ഒരു ലോയറിനെയോ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ബാക്കി കാര്യങ്ങളോ കംപ്ലയിൻസോ കാര്യങ്ങളും ഫയൽ ചെയ്യും. അതുപോലെ നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അവർക്ക് കൊടുക്കാതിരിക്കുക എന്തായാലും ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബി സേഫ്, ബൈ.